ഹായ് എവരിവൺ, ഏവർക്കും എൻ്റെ ഒരു ലൈവ് ട്രാപ്പ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 6 ഫെബ്രുവരി 2023. മാർക്കറ്റ് ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ സമയം 11:05. ഓക്കെ, മാർക്കറ്റിൽ ഞാനൊരു കോൾ സൈഡിലോട്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. അതായത് ഒരു പൊട്ട് സെല്ല് ചെയ്തു. ഓക്കെ, ഏകദേശം ഒരു 80 ടു 85 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും 40 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. എൻട്രി എടുക്കാനുള്ള റീസൺ, മാർക്കറ്റ് ഇന്നലത്തെ പ്രീവിയസ് ഡേ ക്ലോസിൽ നിന്നും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. കണ്ടിന്യൂ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് മാർക്കറ്റ് മേളിൽ പോയി തിരിച്ച് ഈ സോൺ, അതായത് ഈ പ്രീവിയസ് ഡേ ക്ലോസ് ഈ സിങ്ങും ബ്രേക്ക് ചെയ്ത് ഈ ലോയും ബ്രേക്ക് ചെയ്ത് ഇവിടെയും സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് മേളിൽ പോയി. ഓക്കെ, ഡേ ഹൈ, ഈ ഡേ ഹൈയിൽ മാർക്കറ്റിൽ ആരാണ് വരിക? ഡേ ഹൈ ബ്രേക്ക് ഔട്ടായ ബയേഴ്സ് ഇൻവൈറ്റ് ആയി, ഇവിടെയും ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് കണ്ടിന്യൂ താഴ്ത്തു വന്നു. ഓക്കെ, അതിന് കാരണമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു റാലി കണ്ടിരുന്നു. ഈ ഒരു റാലിയിൽ മാർക്കറ്റ് കണ്ടിന്യൂ മേളിലോട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ ഈ പ്രീവിയസ് ഡേ ഹൈയിൽ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മാർക്കറ്റ് ബയേഴ്സിനെ ഇൻവൈറ്റ്, റീറ്റെയിലേഴ്സുള്ള ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും. സോ ആ ഒരു കാരണത്താൽ നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി നമുക്ക് എടുക്കാൻ വരുന്നു. ബട്ട് നമ്മൾ എടുത്തില്ല. ഈ ബ്രേക്ക് ഔട്ട് ബയേഴ്സിനെ ഔട്ട് ചെയ്തുകൊണ്ട് എൻട്രി എടുത്തില്ല. അതിനുശേഷം മാർക്കറ്റ് വന്നത് തന്നെ ഒരു എം പാറ്റേൺ ഉണ്ടാക്കിയാണ്. ഓക്കെ, സോ മാർക്കറ്റിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാർക്കറ്റിന് ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നെങ്കിൽ അവിടെ എം പാറ്റേൺ, ഡേ ലോ ബ്രേക്ക് ഔട്ട്, അതിനുശേഷം ഇൻവൈറ്റ് ചെയ്യുന്ന സെല്ലേഴ്സിനെ ഈ ഏരിയയിൽ ഇൻവൈറ്റ് ചെയ്ത് മാർക്കറ്റ് മേളിലോട്ട് ഇങ്ങനെ പോകാൻ സാധ്യത കൂടുതലാണ്. സോ അതിനനുസരിച്ച് ഞാനൊരു ട്രേഡ് ഇപ്പോൾ എടുത്തത്. ഞാനൊരു റീസൺ ഒന്നും കൂടി ഞാൻ ക്ലിയർ ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, എൻട്രി എടുത്തതിൻ്റെ റീസൺ ഇതാണ്. മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്. അപ് ട്രെൻഡ് അത് കണ്ടിന്യൂവേഷൻ, മാർക്കറ്റ് കണ്ടിന്യൂ മേലോട്ട് പോകുമെന്നറിയാം. നമ്മൾ ഫിബൊനാച്ചി കൂടി യൂസ് ചെയ്യും. ഫിബ് എക്സാക്റ്റ് നമ്മുടെ ഈ ലോ, അതായത് പ്രീവിയസ് ഡേ ഈ സിംഗ് ലോ ടു ഈ ഡേ ഹൈ, ഇന്നത്തെ ഡേ ഹൈ. ഓക്കെ, ഞാൻ എൻ്റെ 10ൽ കൂടുതൽ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, മാർക്കറ്റ് അതിൻ്റെ അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താ ചെയ്യുക? എക്സാക്റ്റ് 38% റെസ്പെക്റ്റ് ചെയ്ത് മേളിലോട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അപ് ട്രെൻഡിൽ ആരെ ട്രാപ്പ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ? അപ് ട്രെൻഡിൽ മാർക്കറ്റ് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യും. അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കാനായിട്ടാണ് കൂടുതലും ശ്രമിക്കേണ്ടത്. ട്രാപ്പ് ട്രേഡിങ്ങിനകത്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, മാർക്കറ്റ് വന്നൊരു എം പാറ്റേൺ ഉണ്ടാക്കി താഴ്ത്തു വന്ന് എം പാറ്റേൻ്റെ സിങ് ഇത്, അതിനുശേഷം കണ്ടിന്യൂ സെല്ലേഴ്സ് ഇൻവൈറ്റ് ഡേ ലോ, ഇതായിരുന്നു ഡേ ലോ. ഈ ഒരു സിങ് ഇതിനെ നമുക്കൊരു സോണായിട്ട് മാർക്ക് ചെയ്യുക. ആ സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇത്രയും വലിയൊരു ക്യാൻഡിൽ കണ്ടോ, 10 ക്യാൻഡിലെ പ്രത്യേകത എന്താ? 50 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ്, 30 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ്, വലിയ ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽസ് എല്ലാം ക്ലോസ് ആണ്. സോ നിറയെ സെല്ലേഴ്സ് ഈ ഏരിയ ഇൻവൈറ്റ് ആയതിനു ശേഷം കുറച്ച് സെല്ലേഴ്സ് ഉണ്ട്, ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കില്ല, ഞങ്ങൾ റീടെസ്റ്റിൽ, അതായത് ഞങ്ങളുടെ ആശാൻ പഠിപ്പിച്ചേക്കുന്നത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ എൻട്രി എടുക്കൂ. അപ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്തവർക്കായി ഈ ലോയും ബ്രേക്ക് ചെയ്ത് നിറയെ സെല്ലേഴ്സിന് ഇൻവൈറ്റ് ആയി. 11 മണിയുടെ ക്യാൻഡിൽ 50 മിനിറ്റ് ക്യാൻഡിൽ അവിടെയും ക്ലോസ് ആയി. സോ നിറയെ സെല്ലേഴ്സ് ഇവിടുന്ന് ഔട്ടാകാൻ സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് വലിയൊരു മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാർക്കറ്റിന് ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് എക്സാക്റ്റ് 38% റെസ്പെക്ട് ചെയ്ത് ഇങ്ങനെ മേലോട്ട് പോകാം. ഓക്കെ, ഇതൊരു സാധ്യത. പിന്നെ അപ് ട്രെൻഡിൽ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന ട്രേഡ്സ് പ്ലസ് എം പാറ്റേൺ ബ്രേക്ക്ഔട്ട്, ഡേ ലോ ബ്രേക്ക്ഔട്ട്, പ്രീവിയസ് ഡേ ക്ലോസ് ബ്രേക്ക്ഔട്ട്, റീടെസ്റ്റ്, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡ് എടുത്തത്. ഞാൻ വലിയൊരു ടാർഗറ്റ് വെക്കുന്നില്ല. ഞാനൊരു ടാർഗറ്റ് പ്രീവിയസ് ഡേ ക്ലോസ് ഏകദേശം 155 പോയിൻറ്റിൻ്റെ ഒരു പ്രീമിയം ഒരു 85 പോയിൻറ്റ്സ് കിട്ടുന്ന രീതിയിലൊരു ട്രേഡ് മാത്രമാണ് എടുക്കുന്നത്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടാർഗറ്റാണ് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ആകുന്നതെന്ന്. മേ ബി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകും, നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആകും. പക്ഷേ മാർക്കറ്റിൽ നമ്മൾ എടുക്കുന്ന ട്രേഡിന് ലോജിക് ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകാം. ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. ഓപ്ഷൻ ട്രേഡിംഗ് അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് നിമിഷം മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകുക, ഒറ്റ സെക്കൻഡിൽ മാർക്കറ്റിനെ താഴ്ത്തും കൊണ്ട് ഇടാൻ സാധ്യത കൂടുതലാണ്. സോ നമ്മൾ മാർക്കറ്റിൽ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ടാർഗറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് മേലോട്ട് ട്രേഡ് കൊണ്ടുപോകുക. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ സമയം 1:40. മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ആയിരുന്നു 41,500. മാർക്കറ്റ് ജസ്റ്റ് ഒരു 10-15 പോയിൻറ്റ്സിൻ്റെ മാർക്കറ്റ്
ടാർഗറ്റ് ഹിറ്റായില്ലായിരുന്നു. ബട്ട് ഞാനിവിടെ എൻ്റെ ഫസ്റ്റ് 3 ലോട്ടാണ് എടുത്തത്. 2 ലോട്ട് ഞാനിവിടെ എക്സിറ്റ് ചെയ്തു. ശേഷം മാർക്കറ്റ് കണ്ടിന്യൂ വന്നു. നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ ഹിറ്റായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ ടാർഗറ്റ് ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഞാൻ ഈ ഒരു മൊമെൻറ്റത്തിന് വേണ്ടിയാണ് നിന്നത്. ബട്ട് മാർക്കറ്റ് എന്താ ചെയ്തത്? മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഡേ ഹൈയിലും ബ്രേക്ക് ഔട്ടിലേറിയ ബയ്യേഴ്സിനെ എം പാറ്റേൺ ഉണ്ടാക്കി താഴത്തു വന്ന് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാർഗറ്റ് ഞാനിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു വീഴ്ചയുടെ 50% വന്ന് ടൈം പാസ് ചെയ്യാണ്. ഒരു വട്ടം വന്നു താഴ്ത്തു വന്നു, രണ്ടാമത്തെ വട്ടം വന്ന് താഴ്ത്തു വന്നു, എന്നിട്ടും കണ്ടിന്യൂ താഴത്തോട്ട് പോയില്ല. ഇവിടുന്ന് താഴ്ത്തു പോയിരുന്നു, ഇവിടുന്ന് താഴ്ത്തു പോയിരുന്നു, ഇവിടുന്ന് താഴ്ത്തു പോയിരുന്നു, ഇവിടുന്ന് താഴ്ത്തു പോയിരുന്നു, ബട്ട് പോയില്ല. മാർക്കറ്റ് പിന്നെയും തിരിച്ച് 50% എത്തി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാർക്കറ്റ് 50% ഏരിയയിൽ വന്ന് ടൈം പാസ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം മാർക്കറ്റിന് കണ്ടിന്യൂ പെട്ടെന്ന് പോകാൻ താല്പര്യമില്ല. ഇവിടെ ഇൻവിറ്റേഷനാണ്, നേരെ ഇൻവിറ്റേഷൻ ഓഫ് സെല്ലേഴ്സ് നടക്കുന്നത്. മാക്സിമം സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് വലിയൊരു ബൂം ക്യാൻഡിൽ പോലെ ഉണ്ടാക്കി മാർക്കറ്റ് നമ്മൾ ടാർഗറ്റ് ഹിറ്റാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് 41,600 ആണ്. ഓക്കെ, 41,600 ആണ് നമ്മുടെ ടാർഗറ്റ്. ഒരു 100 പോയിൻറ്റ്സ് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. മേ ബി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ മേലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ട്രേഡിൻ്റെ പിന്നിലത്തെ ലോജിക് ഞാൻ പറഞ്ഞിരുന്നു. ഫിബൊനാച്ചിയുടെ 38% ഈ ലോ ടു ഈ ഹൈ. ഓക്കെ, അതിൻ്റെ എക്സാക്റ്റ് 38%ൽ എൻട്രി എടുത്തു. പ്ലസ് മാർക്കറ്റ് ആ ഡേ ലോ. ഓക്കെ, ഇത് സപ്പോർട്ട് സോൺ ആയിരുന്നു. ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിച്ച് താഴ്ത്തു വന്നു. ഓക്കെ, എന്നാൽ കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. തിരിച്ച് എക്സാക്റ്റ് ഈ സപ്പോർട്ട് ആക്ട് ആസ് എ റെസിസ്റ്റൻസ് എടുത്തു താഴ്ത്തു വന്നു. അതിനൊപ്പം ഒരു 3 മിനിറ്റ് ക്യാൻഡിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വലിയൊരു ക്യാൻഡിൽ ക്ലോസ് ആയി. അതിനൊപ്പം തന്നെ വലിയൊരു ക്യാൻഡിൽ റിവേഴ്സലും വന്നു, എൻഗൾഫ് ചെയ്ത് റിവേഴ്സ് ചെയ്തു. സോ അവിടെ നിന്ന് നമുക്ക് എൻട്രി പോസിബിൾ ആണ് മേളിലോട്ട്. അതിനൊപ്പം തന്നെ വലിയ ടൈം ഫ്രെയിംസ് 11 മണിയുടെ ക്യാൻഡിൽ ഈ സോണിന് താഴെ ബ്രേക്കായി, 10:45 ബ്രേക്കായി. ഇപ്പോൾ 50 മിനിറ്റ്, 30 മിനിറ്റ്, 1 അവർ ക്യാൻഡിൽസ് എല്ലാം ഇവിടെ ക്ലോസ് ആണ്. സോ മാക്സിമം ഇനി ആളുകൾ സെല്ല് ചെയ്യാൻ നേരത്ത് മാർക്കറ്റ് അവരെ ട്രാപ്പ് ചെയ്ത് അവർ എസ് എൽ ഹണ്ട് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. സോ അതിനനുസരിച്ചാണ് ട്രേഡ്. പിന്നെ ഞാൻ ഇന്ന് എൻ്റെ ഒരു 3 ലോട്ടിൽ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തിരുന്നു. ഒരു ലോട്ട് എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഈ 2 ലോട്ടിൽ ഞാൻ ട്രെയിൽ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിനനുസരിച്ച് ഞാൻ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി. സോ ഇനി ഞാൻ പതുക്കെ ടാർഗറ്റ് എസ് എൽ ട്രെയിൽ ചെയ്യുന്നതായിരിക്കും.